നമുക്ക് നമ്മളെ വീഡിയോയിലൊക്കെ സൗണ്ട് നല്ല പ്രോബ്ലം ആയിരുന്നു. കാരണം നമ്മൾ ക്യാമറ വെച്ചിട്ട് ഇങ്ങനെ കുറച്ച് ദൂരത്തു നിന്നാണ് ഷൂട്ട് ചെയ്യുക. അപ്പോൾ സൗണ്ട് എപ്പോഴും ക്ലിയർ അല്ല. അപ്പം നമ്മളൊരു എന്ത് ചെയ്തു, ഒരു മൈക്ക് വാങ്ങിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ഞാൻ ആമസോണിൽ നിന്നൊരു മൈക്ക് വാങ്ങി. അതായത് ഹോളി ലാൻഡിൻ്റെ ഏകദേശം 12,000 റുപ്യോളം വില വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ക്വാളിറ്റി ചെക്ക് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇത് ഇനിയിപ്പം നമ്മളിത് വെച്ചതിന് ശേഷം ഉള്ള സൗണ്ട് ഒന്ന് വയ്ക്കാം. കേൾക്കുക. ഓക്കെ, അപ്പോൾ നമ്മളിത് അൺബോക്സ് ചെയ്യാൻ പോവാണ്. നമ്മളിതിനു മുമ്പ് ഒരു മൈക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അത് കുറച്ച് വില കുറവ് സാധനമായിരുന്നു. അപ്പോൾ അതിൻ്റെ ക്വാളിറ്റി ഒന്നും അത്ര ഉണ്ടായിരുന്നില്ല. ഇതായിട്ടുള്ളൊരു ചാർജർ. ഇതെങ്ങനെ തുറക്കല്ലോ. ഇങ്ങനെയാണ്. ഇത് നമുക്ക് ഫോണിലേക്ക് കുത്താനായിട്ട്, ഫോണിൽ കൊടുക്കാനായിട്ട് നമുക്കിത് ഇവിടെ ഇങ്ങനെ മാഗ്നറ്റാണ്. നമുക്കിങ്ങനെ ഇവിടെ വെച്ചിട്ട് ഇതിങ്ങനെ വെച്ചാൽ അപ്പം ഇനി നമുക്ക് ഇതൊന്ന് ഓണാക്കിയിട്ട് ഇതിൻ്റെ സൗണ്ട് ഒന്ന് നോക്കാം. അപ്പോൾ നമ്മളെ വീഡിയോ നമ്മൾ മൈക്കിൻ്റെ ക്വാളിറ്റി നമുക്ക് ദൂരത്തു നിന്നൊക്കെ സംസാരിക്കുമ്പോൾ എത്ര ക്ലാരിറ്റി ഉണ്ട്, പുറത്തെ കാറ്റ്. അപ്പോൾ വെൽക്കം ടു സിജിസ് വേൾഡ്. എല്ലാവർക്കും നമ്മൾ പുതിയ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മളിന്ന് നമ്മളെ വണ്ടി എടുത്തിട്ട് നമ്മളിന്ന് പൂരം കാണാൻ പോകാം കേട്ടോ. ഇന്ന് ഗംഭീര വെടിക്കെട്ടാണ് തെക്കുമംഗലം ദേശത്തിൻ്റെ. അത് നമ്മളെ അമ്മേനെയും വൈഫിനെയും നമ്മളെ ക്യാമറമാനെ വിളിച്ചിട്ടൊന്ന് പോയി പൂരപ്പറമ്പ കണ്ടിട്ട് വരണം. ഇപ്പം ഇന്ന് ചെനക്കത്തൂർ കാവിലേക്ക് വന്നിരിക്കുക കേട്ടോ. നമ്മൾ ഫാമിലി ആയിട്ടാണ് വന്നിരിക്കണേ. അമ്മയും നമ്മളെ ക്യാമറമാനൊക്കെ വണ്ടിയിൽ ഇരിക്കണ്ട. അമ്മയ്ക്ക് നടക്കാൻ വയ്യാത്തതുകൊണ്ട് അമ്മ വണ്ടിയിലിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ ചെനക്കത്തൂർ കാവിൽ നിന്ന് തിരുവാതിരക്കളി, അതുപോലെ ഗംഭീര വെടിക്കെട്ടൊക്കെ പരിപാടിയൊക്കെ ഉണ്ട്. പക്ഷേ ഞങ്ങൾ വെടിക്കെട്ടിന് നിൽക്കുന്നില്ല, വെറുതെ ഒരു ചുറ്റിക്കാണൽ. നമുക്ക് എന്താ വേണ്ടത്? ചോക്കോപ്പാറോ? ചോക്കോപ്പാറ്, പാനിപ്പൂരി, ബേൽപൂരി, നമുക്ക് നോർത്ത് ഇന്ത്യൻ ഫുഡുകളാണ് ഇവിടെ. ഇവിടെ കടലുണ്ട്, കടല, ചോളം, ചോളം. നമ്മളൊരു പൈനാപ്പിൾ കടല വാങ്ങിയില്ല, പുഴുങ്ങിയ കടല. അത് അമ്മയ്ക്ക് കൊടുത്തിട്ട് വരട്ടെ. അപ്പോൾ അവർക്ക് ആ വണ്ടിയിലിരുന്ന് തിന്നാലോ. കടല തിന്നോളൂ. അപ്പോൾ അവൾ വൈഫ് ഐസ്ക്രീം തിന്നാൻ തന്നു. അപ്പോൾ ഞാനൊന്ന് കറങ്ങാട്ടോ. ഇവിടുത്തെ കച്ചവടം കാര്യങ്ങളൊക്കെ നല്ല ഉഷാറായിട്ട് നടക്കുന്നുണ്ട്. പലതരം വെറൈറ്റി ചായ, കച്ചവടക്കാർ മാല, കമ്മല് നിറച്ച് ഒക്കെ പുറത്തുള്ള മറ്റേ ഹിന്ദിക്കാരാണ്. കാരണം ഇവിടെ നമ്മളെ കമ്പം കത്തിക്കുന്ന ആൾക്കാർ എല്ലാം നല്ല വർക്കിലാണ്. ഇളനീരിലാണ് കേട്ടോ. ഇന്ന് തിരുവാതിരക്കളി ഉണ്ടോ? അതിൻ്റെ പരിപാടികൾ. ഇതൊക്കെ എന്തോ ഒരു സമ്മാനദാനം പരിപാടി കേട്ടോ. തായമ്പക സ്റ്റാർട്ട് ചെയ്യാൻ പോകട്ടോ. തായമ്പക ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ സ്റ്റാർട്ടാവും. ഞങ്ങളിങ്ങനെ കാവിൽ കൂടെ ഉലാത്തിയും കൂട്ടി ഇരിക്കുകയാണ് കാഴ്ചകൾ കണ്ടിട്ട്. ഇന്നിപ്പം വെടിക്കെട്ടാണ് പ്രധാനം. അപ്പോൾ എല്ലാവരും ഒരു 10 മണിയൊക്കെ ആകുമ്പോഴേക്കും കാവിലേക്ക് വരുള്ളൂ. പിന്നെ തിരുവാതിരക്കളി കഴിഞ്ഞു. അവിടെ കാവില് വെടിക്കെട്ട് സ്റ്റാർട്ടായി. കാവില് വെടിക്കെട്ടല്ല, സ്റ്റേജിൽ തായമ്പക വരുമ്പോഴാണ് ഒരു പൂരത്തിൻ്റെ ഒരു ഇത് വരുന്നത്. നമ്മൾ ബാക്കിൽ നടക്കണ്ട കൂത്തുമാടം. ഇവിടെ ഇനി രാത്രി കൂത്തുണ്ട്.
അയൽവകക്കാരൊക്കെ സെറ്റ്. നമ്മളെ ബാക്കിൽ നമ്മളെ റിട്ടയർഡ് ലൈഫുകാർ ഒക്കെ സ്ഥലം, അവരുടെ സ്ഥലം അവർ പിടിച്ച് അവർക്കിനി പൂരം കഴിയുന്നവരെ. അതായത് നമ്മളെ അമ്മച്ചിമാരിവിടെ ഉണ്ട് കേട്ടോ. അമ്മച്ചിമാർ കസ്റ്റമേഴ്സിനൊന്നും കിട്ടിയിട്ടില്ല. വൈകുന്നേരത്തുള്ള സായാഹ്നത്തിലുള്ളൊരു കാവ് ചുറ്റൽ പരിപാടി കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇനി വെടിക്കെട്ടും കമ്പം കത്തിക്കലൊക്കെ ഉണ്ട്. 9:30 കമ്പം കത്തിക്കൽ വെടിക്കെട്ട്. അപ്പോൾ നമ്മൾ അതിനൊന്നും നിൽക്കുന്നില്ല, അമ്മ ഉണ്ട്. അപ്പോൾ അടുത്ത വീഡിയോയിൽ അടുത്ത പൂരവിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും താൽക്കാലികമായി വിടാം.